PK അബൂബക്കർ കണ്ടി. നേരിൽ കണ്ടവരിൽ വിസ്മയവും പറഞ്ഞു കേട്ടവരിൽ അത്ഭുതവുമായിരുന്നു PK അബൂബക്കർ എന്ന കണ്ടി. നാടിൻ്റെ വിളക്കായി ശോഭിച്ചു നിന്ന നിസ്വാർത്ഥ മനസ്സായിരുന്നു അദ്ദേഹത്തിന്. നന്മ നിറഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിലാണ് ആ മഹാമനീഷി നമ്മെ വിട്ടുപിരിഞ്ഞത്. നാടിൻ്റെ ശാദ്വര തീരവും നാട്ടുകാർക്ക് മാത്രമല്ല കഷ്ടപ്പെടുന്നവർക്കൊക്കെയും ആശ്രയ കേന്ദ്രവുമായിരുന്നു കണ്ടി. 6ാം ക്ലാസ് വരെയായിരുന്നു ഔപചാരിക വിദ്യാഭ്യാസം. എന്നാൽ 6 സർവകലാശാലകളിൽ നിന്ന് പഠിച്ചറിഞ്ഞതിനേക്കാൾ ആഴമേറിയ അറിവും യുക്തിയും വിവേകവും സൗമ്യതയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളായിരുന്നു. ലോറി ഡ്രൈവറായിട്ടായിരുന്നു ഉപജീവനം. അതുവഴി അദ്ദേഹം അനേകർക്ക്, പാവങ്ങൾക്ക് ജീവിത വഴി വെട്ടിത്തെളിച്ചു. ധീരതയുടെ നേർമുഖമായിരുന്നു കണ്ടി. അദ്ദേഹം ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണ്. പ്രാദേശിക രാഷ്ട്രീയ രംഗത്ത് പറഞ്ഞു നടന്ന ഈ വാക്ക് അക്ഷരാർത്ഥത്തിൽ തന്നെ ശരിയായിരുന്നു. കണ്ടി ഒരാളായി ചുരുങ്ങിയിരുന്നില്ല. ഒരു പ്രസ്ഥാനത്തിൻ്റെ വലുപ്പവും വ്യാപ്തിയുമുള്ള ആകാശമായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിരിഞ്ഞു നിന്നു. വേദികളിൽ മുഴങ്ങുന്ന പ്രസംഗകനോ പേജുകളിൽ ജ്വലിക്കുന്ന എഴുത്തുകാരനോ ആയിരുന്നില്ല കണ്ടി. പക്ഷേ മികച്ച സംഘാടകനായും കുതന്ത്രങ്ങളില്ലാത്ത പച്ച മനുഷ്യനായും സേവനവേദികളിൽ നിറഞ്ഞു നിന്ന് മരണം വരെ പ്രവർത്തിച്ച മഹാനായിരുന്നു അബൂബക്കർ കണ്ടി. 1954 ഒക്ടോബർ 25 മുഹമ്മദ് കുട്ടി ആയിഷ ദമ്പതികളുടെ പുത്രനായി ജനിച്ചു. ചെറുപ്പം മുതൽ തന്നെ പൊതുപ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. നീതിയുടെ പക്ഷത്ത് ഉറച്ചു നിന്ന് അക്രമത്തിനെതിരെ നിലകൊള്ളുന്ന ധീരനായ ഒരു മനുഷ്യൻ. മാവൂർ ഗ്രാസിമിലേക്കുള്ള മുള കൊണ്ടുപോകുന്ന ലോറിയിലെ ഡ്രൈവറായും പിന്നീട് സൗദി അറേബ്യയിലെ ബുറൈദയിൽ ഡ്രൈവറായും ജോലി ചെയ്തു. KSRTCയിൽ ജോലിക്കായി നാട്ടിലെത്തിയെങ്കിലും പിന്നീട് വീണ്ടും പ്രവാസ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങി. പൊതുപ്രവർത്തനത്തിന് മുൻതൂക്കം നൽകിയതുകൊണ്ട് തന്നെ വ്യക്തിപരമായ സമ്പാദ്യങ്ങളോ സൗകര്യങ്ങളോ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. നേർവഴിയിലൂടെയുള്ള ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിമാനം. പ്രാസംഗികനോ എഴുത്തുകാരനോ അല്ലാതിരുന്നിട്ടും പാർട്ടിയിലെ ഓരോ പ്രവർത്തകന്റെയും നേതാവായിരുന്നു കണ്ടി. സംസ്ഥാന ജില്ലാ നേതാക്കൾ വരെ അഭിപ്രായം തേടിയെത്തുന്ന സ്വീകാര്യനായ നേതാവായി അദ്ദേഹം വളർന്നു. അവസാന കാലത്താണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം സ്വീകരിച്ചത്. സംഘർഷങ്ങളും തർക്കങ്ങളും പരിഹരിക്കുന്നതിൽ അതുല്യനായിരുന്നു അദ്ദേഹം. കുടുംബ തർക്കങ്ങളും സ്വത്ത് പ്രശ്നങ്ങളും പരിഹരിച്ച് ആളുകളെ ഒന്നിപ്പിച്ച അനുഭവങ്ങൾ ഇന്നും ആ മധ്യസ്ഥന് അനേകമുണ്ട്. കിണറുകളും റോഡുകളും പണിയാൻ ബുദ്ധിമുട്ടുണ്ടായ കാലത്ത് കണ്ടിയെ മുന്നിൽ നിർത്തിയാണ് കാര്യങ്ങൾ നേടിയെടുത്തത്. മൃദുവായ വാക്കുകളിൽ തുടങ്ങി ആവശ്യമായ ഘട്ടങ്ങളിൽ കടുപ്പത്തിലേക്കും നീങ്ങുന്ന പ്രവർത്തന ശൈലി ഇന്നും ഈ പ്രദേശത്ത് കണ്ടിയുടെ ഇടപെടലിലൂടെ പിറന്ന അനവധി റോഡുകൾ നിലനിൽക്കുന്നു. കള്ളംതോട്ടിലെ നരസിംഹ ക്ഷേത്രത്തിലേക്കുള്ള റോഡ് ഇന്നത്തെ രൂപത്തിൽ സാധ്യമായതും കണ്ടിയുടെ ത്യാഗത്തിലൂടെയാണ്. മരിച്ചവരുടെ മയ്യത്ത് കുളിപ്പിക്കൽ മുതൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വരെ എല്ലായിടത്തും മുന്നിൽ. നുസ്രത്ത് സഹായ സമിതി പോലുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുവഹിച്ചു. 2015 ഭാര്യയോടൊപ്പം പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോയി. മക്കയിൽ ക്രെയിൻ വീണ ദുരന്ത വാർത്ത കേട്ട ഉടൻ നാട്ടിലുള്ളവരെക്കുറിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് അദ്ദേഹം ശാന്തനായത്. അതായിരുന്നു കണ്ടിയുടെ മനസ്സ്. 2017 ജനുവരി 19 സുബഹി നമസ്കാരത്തിനായി മസ്ജിദിൽ പോയ അദ്ദേഹം, മനസ്സ് മസ്ജിദ് പോലെ ശുദ്ധമായ ആ മനുഷ്യൻ മസ്ജിദിൽ വെച്ച് തന്നെ തൻ്റെ അവസാന ശ്വാസം വിട്ടു. നാടിനും നാട്ടുകാർക്കുമായി ഓടി നടന്ന ആ മനുഷ്യന് കുടുംബത്തിനായി അധികം സമയം ചെലവിടാനായില്ല. 3 മക്കളാണ്: ഹസീബ്, അസ്മ, തസ്ലീന. ലാഭങ്ങൾ തേടാതെയും സ്ഥാനമാനങ്ങൾ മോഹിക്കാതെയും അംഗീകാരങ്ങൾ കാക്ഷിക്കാതെയും ജനമനസ്സിൽ ഇടം നേടാമെന്ന മഹത്തായ പാഠമാണ് PK അബൂബക്കർ എന്ന കണ്ടി തൻ്റെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും നാട് ഒരേ ശബ്ദത്തിൽ ഓർക്കുന്നത്. കണ്ടി ഇന്നുണ്ടായിരുന്നെങ്കിൽ അള്ളാഹു അദ്ദേഹത്തിൻ്റെ പദവി ഉയർത്തട്ടെ. ആമീൻ. ജനനം 1954 ഒക്ടോബർ 25. 2017 ജനുവരി 19 വിട പറഞ്ഞു.